കുട്ടികൾക്ക് ഫോളിങ് ഹാൻഡ്സ്. നിങ്ങൾ ഫോൺ വേണ്ട വേണ്ട. ഓക്കെ, നമ്മൾ തുടർച്ചയായിട്ട് നെഗറ്റീവ്സ് പറയും. കുരുവിള നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, നീ അശുവാണ്, നീ സീറോയാണ്, യു ആർ എ ഫൂൾ, യു ആർ എൻ ഇഡിയറ്റ്. തുടർച്ചയായിട്ട് നെഗറ്റീവ് പറയും. നെഗറ്റീവ് പറഞ്ഞിട്ട് നമ്മൾ വിരല് കൊണ്ട് താത്തിയാൽ പോലും ആ കൈ താഴും. അതേസമയം തുടർച്ചയായിട്ട് പോസിറ്റീവ് പറഞ്ഞിട്ട് നമ്മൾ തൂങ്ങിയാൽ പോലും ചിലപ്പോൾ കൈ താഴില്ല. അത് ആക്ച്വലി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഒരു കൂട്ടം പിള്ളേരെ കൊണ്ടാണ് നമ്മൾ ചെയ്യിക്കുമ്പം പോസിറ്റീവ്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കുട്ടികൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. എന്നെ പോലെ ഒരാൾ തൂങ്ങിയാൽ പോലും വീഴൂല. അതേസമയം നെഗറ്റീവില് അവരുടെ മൈൻഡ് തളർന്നിട്ട് ബോഡിയും അതേപോലെ തളർച്ചയിലായിരിക്കും. ഇഫ് യു സേ യു ആർ എൻ ഇഡിയറ്റ്, യു ആർ എ ഫൂൾ, യു ആർ യൂസ്ലെസ്, യു ആർ നത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കേണ്ടത് ഇതേ ഉള്ളൂ, നെഗറ്റീവ് ചെയ്തിട്ടേ പോസിറ്റീവ് ചെയ്ത് കാണിക്കാവുള്ളൂ. ഇല്ലില്ല, നെഗറ്റീവ് ചെയ്ത ആളെ കൊണ്ട് പോസിറ്റീവ് ചെയ്യിച്ചിട്ടേ വിടാവുള്ളൂ. ഒരിക്കലും പോസിറ്റീവ് ആദ്യം ചെയ്യരുത്. കാരണം പോസിറ്റീവ് ആദ്യം ചെയ്താൽ രണ്ടാമത് നമ്മൾ നെഗറ്റീവ് ചെയ്യും. നെഗറ്റീവ് ചെയ്തിട്ട് അതുമായിട്ട് പിള്ളേർ പോകരുത്. നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത് ഡോണ്ട് സ്കോൾഡ് എ ചൈൽഡ് ഇൻ ദ ലാസ്റ്റ് പീരിയഡ്? വൈ? ദ ചൈൽഡ് വിൽ ഗോ ഹോം വിത്ത് നെഗറ്റീവ്. അനുവദിക്കരുത്. ഇത് ഞങ്ങൾ എന്ത് കോണ്ടെക്സ്റ്റിലാണ് കൊടുക്കാന്നറിയാം? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ. ടീച്ചർമാരുടെ ഓരോ വാക്പ്രയോഗങ്ങളും കുട്ടികളെ ഏത് തരത്തിൽ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിയുക. ഇത് ചെയ്യുന്ന കണ്ടിട്ട് ടീച്ചേഴ്സ് കരഞ്ഞിട്ടുണ്ട് സ്കൂളുകളിൽ, ടീച്ചേഴ്സ് വർക്ക്ഷോപ്പിൽ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.